ഹലോ ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പൊന്നു ആദരാസ് വ്ലോഗ്. ഓക്കെ, ഇന്ന് ഞാൻ നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇൻസ്റ്റന്റ് ഗ്ലോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഒരു 10-15 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ മുഖം ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് വരും. ഞാനിപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് കുളിച്ചിട്ടൊക്കെ വന്നിട്ടിരിക്കുകയാണ്. അതൊക്കെ മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ എണ്ണയൊന്നും കഴുകി കളഞ്ഞിട്ടില്ല. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് പുറത്തൊന്നും പോകാനില്ലാത്ത ദിവസം ഇങ്ങനെ മുടിയിൽ എണ്ണ ഇട്ടാൽ കഴുകി കളയാറില്ല. അത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്തു ഇതുപോലെ ചെയ്തു നോക്കൂ കേട്ടോ, നല്ലതാണ്. കാരണം തലയ്ക്കകത്തൊക്കെ ഒരു നല്ലൊരു തണുപ്പ് കിട്ടും. ജലദോഷത്തിന്റെ ഒന്നും പ്രശ്നങ്ങളില്ലാത്തവർക്ക് ഇത് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ എനിവേ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ വീട്ടില് നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് സാധനങ്ങളാണ് എന്ത് പൊട്ടറ്റോ, അതുപോലെ തന്നെ വാളംപുളി, തൈര്, ഇങ്ങനെയുള്ള ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇൻസ്റ്റന്റ് ഗ്ലോ പാക്കിലേക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. സാധാരണ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓടി കയറി പാർലറിൽ പോയി ബ്ലീച്ച് ഇട്ട്, അപ്പൊ അതൊന്നും വേണ്ട കേട്ടോ. ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും ഈ ബ്ലീച്ച് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ബ്ലീച്ച് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോയും ഒരു ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അതുപോലെ നമ്മുടെ ഉള്ള സ്കിന്നിന്റെ ആ ഒരു ഭംഗി കൂടി പോകുന്ന രീതിയിലാണ് ഈ ബ്ലീച്ച് ഇട്ടിടത്തോളം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊന്നും വേണ്ട. അതൊന്നും ഇല്ലാതെ തന്നെ നിങ്ങളുടെ സ്കിൻ എത്രത്തോളം ഗ്ലോ ആക്കി തരാൻ പറ്റുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അതിന്റെ എങ്ങനെയാണ് അതിന്റെ സംഭവങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ വരുന്ന വീഡിയോയിലൂടെ നമുക്കത് കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ അത്യാവശ്യം വലിയൊരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇടുക. അപ്പം ഈ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇടുന്നതിന്റെ കൂടെ തന്നെ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കണം. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. 1-2 സ്പൂൺ ഒഴിക്കാം. ഈ തൈരും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും അതിന്റെ കൂടെ നമുക്ക് വാളൻ പുളിയാണ് ചേർക്കേണ്ടത്. ഇത്രയും ഉരുളക്കിഴങ്ങിലേക്ക് ഞാൻ ഇത്ര വാളൻ പുളിയാണ് ചേർത്തിരിക്കുന്നത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിനകത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നന്നായിട്ട് അരച്ചെടുക്കുമ്പോഴത്തേക്കും ഇതുപോലെയാണ് കൺസിസ്റ്റൻസി കിട്ടുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഫേസിനകത്ത് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഫേസിനകത്തേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, നമുക്കിനി ഇത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം അധിക പേരും ഇത് സ്പൂൺ വെച്ചിട്ടും ബ്രഷ് വെച്ചിട്ടും ഒക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും കൈവച്ച് തന്നെയാണ് അപ്ലൈ ചെയ്യാറ്. ഇത് നന്നായിട്ട് ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യണം. പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും നിങ്ങളോട് പറയുന്നത് പോലെ ഇത് ചുമ്മാ ഏതൊരു പേസ്റ്റും സാധനങ്ങളാണെങ്കിലും അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ ചുമ്മാ കണ്ണടച്ച് ഫാനിന്റെ ചോട്ടിലോ അല്ലെങ്കിൽ ഇത് ഉണങ്ങാൻ വെക്കുന്നത് വരെ നമ്മൾ എപ്പോഴും ഏറ്റവും നല്ലത് ഇങ്ങനെ കൈ വെച്ചിട്ട് റബ്ബ് ചെയ്യുന്നതാണ്. കൈ വെച്ചിട്ട് റബ്ബ് ചെയ്യുമ്പം നമുക്ക് അതിന്റെ നല്ലൊരു റിസൾട്ട് കിട്ടും. അതെല്ലാം നമ്മൾ വെറുതെ ഇങ്ങനെ വെച്ചിരിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇത് തന്നെയാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോഴുള്ള ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനകത്തോട്ട് ഇത് ഇറങ്ങിച്ചെല്ലും. ഇപ്പൊ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു 100% എന്ന് തന്നെ എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. 100% ഇത് എഫക്റ്റീവ് ആണ്. ഇപ്പൊ ഞാനിവിടെ ആവിയൊന്നും കൊണ്ടിട്ടില്ല. ആവി കൊണ്ടതിന് ശേഷമാണ് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ. കുറച്ചുകൂടെ ഒരു എഫക്റ്റീവ് ആണ്. കാരണം ആവി കൊള്ളുന്ന സമയത്ത് നമ്മുടെ ഈ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കും. അപ്പം ആവി കൊണ്ട് അതിനുശേഷം ഒന്ന് തുടയ്ക്കുക. തുടച്ചതിന് ശേഷം ഒപ്പിയെടുത്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുമ്പം ഈ രോമകൂപങ്ങളുടെ ഇടയിലേക്കൊക്കെ ഈ സംഭവം ഇറങ്ങിച്ചെല്ലും. അത് ഏത് സംഭവമാണേലും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നില്ല. ഞാൻ ഓൾറെഡി കുളിച്ചതായതുകൊണ്ട് ഇപ്പം ഞാൻ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പം കഴുത്തിലൂടെ അപ്ലൈ ചെയ്യണം കേട്ടോ. പിന്നെ ഏറ്റവും ബെസ്റ്റ് ഇത് കുളിക്കുന്നതിന് മുന്നേ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് കുളിച്ചിട്ട് വരാലോ. പിന്നെ നമ്മൾ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും ഇതെല്ലാം അപ്ലൈ ചെയ്ത് ഉടനെ വെയിലത്തോട്ടോ പുറത്തോട്ടോ ഇറങ്ങരുത്. ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിൽ വൈകുന്നേരം ഇത് അപ്ലൈ ചെയ്യുന്നതാണ്. കാരണം നമുക്ക് രാത്രി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ, പുറത്തൊന്നും പോവാനുണ്ടാവില്ലല്ലോ. പിന്നെ ഈ സംഭവത്തിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യുക കേട്ടോ. മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യുന്നത് നല്ലതാണ്. കുറച്ചുകൂടി സ്കിന്നിന് കളർ കൂടി വരും. ഇവിടെ ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടില്ല.
മഞ്ഞൾ പൊടി ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും രാവിലെ ഇത് ചെയ്യരുത്, രാത്രി ചെയ്താൽ മതി. രാത്രി നിങ്ങൾ ഓഫീസ് വർക്കിംഗ് ആണെങ്കിൽ ഓഫീസൊക്കെ വിട്ട് വന്നിട്ട്, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ കോളേജൊക്കെ വിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പം ഇങ്ങനെ നന്നായിട്ട് റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇത് വാഷ് ഓഫ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വെൽക്കം ബാക്ക്. കണ്ടോ, അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടിരിക്കുകയാണ്. നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ലേ? നോക്കിയേ, ആ ഒരു ഫേസിൽ നല്ലൊരു ഗ്ലോ വന്നിട്ടില്ലേ? ഓക്കെ, എനിവേ ഇത് നല്ല അടിപൊളി റെമഡിയാണ്. അപ്പം നിങ്ങൾ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. കാരണം നമ്മൾ എന്തിനാണ് വെറുതെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കെമിക്കൽ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്? ഇത്രയും ഒരു ഗ്ലോ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. നിങ്ങളതൊരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിലോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ഡിഫറൻസ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. നമുക്കിതിൽ യാതൊരു സൈഡ് എഫക്ട്സും വരുന്ന കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നുമില്ല. അപ്പം എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണം. നിങ്ങൾ അനുഭവിച്ച അതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കൂ. അപ്പോൾ ഇത് ചുമ്മാ ഇങ്ങനെ വീഡിയോ കണ്ടിരിക്കുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്യുന്നതിലാണ് കേട്ടോ കാര്യം. അതായത് ചുമ്മാ വെച്ച് ഇരുന്ന് അതിങ്ങനെ കാറ്റ് കൊള്ളിച്ച് അത് ഡ്രൈ ആയിട്ട് കഴുകി കളയുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നന്നായിട്ട് റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്ത് കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വെറുതെ വാഷ് ഓഫ് ചെയ്താൽ മതി. ഞാൻ പച്ചവെള്ളത്തിൽ തന്നെയാണ് കഴുകിയത്, വേറെ ഫേസ് വാഷോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മളിത് വാഷ് ചെയ്ത് വന്നതിന് ശേഷം നിങ്ങൾ സ്ഥിരമായിട്ട് മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഡെയിലി ക്രീമോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ. ഞാൻ ഒരു ക്രീമും യൂസ് ചെയ്യാറില്ല. ഞാൻ നല്ല വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നല്ല ആട്ടുന്ന വെളിച്ചെണ്ണ, നമുക്ക് ആട്ടി കിട്ടുന്ന വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. കാരണം ടിൻഡ് ബോട്ടിൽസോ പാക്കറ്റ് ഐറ്റംസ് ഒന്നും വാങ്ങിക്കാതെ ആട്ടുന്ന വെളിച്ചെണ്ണ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതൊന്ന് അപ്ലൈ ചെയ്തിട്ടാൽ മതി. കുറച്ച് കഴിഞ്ഞിട്ട് വെറുതെ പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. നമ്മുടെ സ്കിന്നിൽ, എൻ്റെ സ്കിന്നിൽ ഇപ്പം അങ്ങനത്തെ വലിയ പാടുകളോ മാർക്സോ ഒന്നും ഇല്ല. അപ്പം നമ്മൾ കെയർ ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ സ്കിന്നിരിക്കുക. അപ്പം ഞാൻ ഭയങ്കര സുന്ദരിയാണെന്നൊന്നും പറയുന്നില്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ടിരിക്കും. പൊതുവേ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഒരുപാട് വെളുത്തിരിക്കുക അല്ലെങ്കിൽ അങ്ങനെയല്ല സൗന്ദര്യം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ള സൗന്ദര്യത്തെ നമുക്കൊന്നുകൂടി കൂട്ടാൻ സാധിക്കും. നമുക്കിപ്പം ചുണ്ട് ഭയങ്കര കറ പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുക, സ്കിന്ന് ഡ്രൈ ആയിട്ടിരിക്കുക, അപ്പം സ്കിന്നിലൊക്കെ റാഷസ് വന്നിട്ടിരിക്കുക, കുരുക്കളും കലകളും, അപ്പം അതൊക്കെ മാറി ഇതുപോലെ ഒരു ക്ലിയർ സ്കിൻ ആകുമ്പോൾ തന്നെ ഒരു ഭംഗി വരും. അപ്പം അതാണ് ഞാൻ പറയുന്ന സൗന്ദര്യം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഞാൻ ഭയങ്കര സൗന്ദര്യം ഉള്ള ആളാണെന്നോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം നിങ്ങളുടെ ഉള്ള ആ ഒരു നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ സ്കിൻ ഇരിക്കുന്നത് അതിനെ ഒന്നുകൂടെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ബെറ്റർ ആയിട്ടിരിക്കും അല്ലേ? അപ്പം നമുക്കൊരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരിക്കും. എവിടെ പോകുമ്പോഴാണെങ്കിലും നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വരുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇരിക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു എനർജിയാണ്, ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വരുത്താൻ സാധിക്കും. ഇത് ഇൻസ്റ്റന്റ് ഗ്ലോ ആണ്, അധിക സമയമൊന്നും വേണ്ട. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എന്തായാലും ബെനിഫിറ്റ് ഉള്ളതായിരിക്കും. എനിക്കത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ, യു ക്യാൻ ട്രസ്റ്റ് മീ, ഐ ക്യാൻ പ്രോമിസ് യു. ഇത് നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ ഞാൻ ഇതിൽ ഷെയർ ചെയ്യുള്ളൂ. അപ്പോൾ എനിവേ, നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ റെക്കമെൻഡ് ചെയ്യുക. നമുക്ക് ഇതുപോലെ തുടർന്ന് നല്ല നല്ല വീഡിയോസിലൂടെ വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ. എല്ലാവരും നന്നായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.